അയൽരാജ്യങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിച്ച് ഇറാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം. GCC രാജ്യങ്ങളിൽ ഇനി ആക്രമണം നടത്തില്ലെന്നും നേരിട്ട് ആക്രമിച്ചാൽ മാത്രം പ്രത്യാക്രമണമെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അതിനിടെ താൽക്കാലികമായി നിർത്തിവെച്ച ദുബൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷമുള്ള എമിറേറ്റ്സ് സർവീസ് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മുഹമ്മദ് റഹീസ് ചേരുന്നു ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, അവിടെ വലിയ പ്രശ്നങ്ങൾ ഇന്നില്ലെന്ന് പറയുമ്പോഴും ഈ വിമാനത്താവളം അടച്ചത് ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ആശങ്കയുടെ ആവശ്യമില്ല, വിമാനത്താവളം വീണ്ടും തുറന്നിരിക്കുന്നു അല്ലേ? സ്മിത, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നുള്ള നിലപാടിലേക്ക്, എന്നുള്ള നയത്തിലേക്ക് വീണ്ടും ഇറാൻ വരികയാണ്. അതവർ പ്രത്യക്ഷത്തിൽ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് നേരത്തെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് അറിയിച്ചിരുന്നു, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അമേരിക്കയുടെ ബേസുകളെ ആക്രമിക്കുമെന്ന് അറിയിച്ചു. എന്നാൽ ആ ആക്രമണം പിന്നീട് ഈ പറയുന്ന ജനവാസ മേഖലകളിലേക്കും ചില ഈ പറയുന്ന എണ്ണ ടാങ്കറുകളിലേക്കും തുറമുഖങ്ങളിലേക്കും എയർപോർട്ടുകളിലേക്കും ഒക്കെ വ്യാപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇന്ന് ഇറാൻ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല, അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് ഔദ്യോഗികമായി ഇറാൻ പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വന്നിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളെ തങ്ങൾ ആക്രമിക്കില്ല, GCC രാജ്യങ്ങളിൽ ഇനി ആക്രമണം നടത്തില്ല, നേരിട്ട് ആക്രമിച്ചാൽ മാത്രമേ ഇനി പ്രത്യാക്രമണം ഉണ്ടാകുകയുള്ളൂ എന്ന് ഇറാൻ പ്രസിഡന്റ് പറയുകയാണ്. അയൽ രാജ്യങ്ങളിലേക്ക് കടന്നുകയറാൻ ഇറാന് പദ്ധതിയില്ലെന്നും പെസഷ്കിയാൻ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് വളരെ പ്രധാനപ്പെട്ട ഗൾഫ് മേഖലയെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. കാരണം ഇന്ന് രാവിലെ ഉൾപ്പെടെ വലിയ തോതിലുള്ള ആക്രമണം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ ആക്രമണമാണ് രാവിലെ ഉണ്ടായത്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം കുറച്ചു സമയത്തേക്കെങ്കിലും നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എന്ത് കാരണമാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ ഈ ആക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിനുള്ളിൽ ആക്രമണം ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വീണ്ടും പതിയെ സാവധാനത്തിലേക്ക് വരുന്ന വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരുമോ, അത് വീണ്ടും ഒരു അടച്ചുപൂട്ടലിലേക്ക് വരികയാണോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇറാൻ നൽകുന്ന ഈ ഒരു ഉറപ്പ് അത് വളരെ പ്രധാനമാണ്, അത് വളരെ ആശ്വാസം നൽകുന്നതാണ്. ഇനി GCC രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇറാൻ പറയുമ്പോൾ അത് വലിയ തോതിൽ ജനജീവിതത്തിനെ സാരമായി തന്നെ പോസിറ്റീവായി ബാധിക്കുന്ന ഒന്നാണ്. കാരണം ഇത്തരത്തിൽ കുറച്ചധികം നിയന്ത്രണങ്ങളിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോവുകയാണോ എന്നുള്ള ഒരു ആശങ്കയൊക്കെയും ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു അറുതി വരുത്താൻ പ്രത്യേകിച്ച് ഈ ബഹ്റൈനിലൊക്കെയും ആളുകൾ കൂടുന്നതിന് ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവരുമ്പോൾ അത് തങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളുടെ ഒരു സീരിയസ്നെസ് മാറുകയാണോ എന്നുള്ള ഒരു ചർച്ചയൊക്കെയും വഴിവെച്ചതിനു പിന്നാലെയാണ് എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നത്. ആ പ്രതികരണം വളരെ നിർണായകമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെ കിരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും. വലിയ തോതിൽ ഇതിനെ ഒന്നും ബാധിച്ചിരുന്നില്ല എങ്കിലും സ്വാഭാവികമായിട്ടും ആക്രമണം എന്നുള്ളത് എപ്പോഴും ആശങ്ക ഉള്ളതാണ്. അതിനൊരു അറുതി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.